ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോളൂ, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ശരിക്കും മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ശരിക്കും കുറെ ഒബ്സർവേഷന്റെ ഏറ്റവും സെൻട്രൽ വാല്യൂനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതായത് കുറെ ഒബ്സർവേഷന്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള വാല്യൂനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യം ബേസിക്കലി അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഈ സെൻട്രൽ ടെൻഡൻസി നമുക്ക് 3 രീതിയിൽ കണ്ടുപിടിക്കാം. മീന്, മീഡിയന്, മോഡ്. ഈ 3 രീതിയിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഒബ്സർവേഷന്റെ സെൻട്രൽ, കൃത്യം ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്ത് വരുന്ന വാല്യൂനെയാണ് നമുക്ക് ഈ 3 മെത്തേഡ് വഴി കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ആദ്യം അത് എഴുതുക. ആദ്യം എന്താന്ന് എഴുതുക? Datas generally cluster around some central value, and this clustering of data around a central value is called central tendency. Simply the measure of central tendency finds the central value. These measures are mean, median and mode. അതായത് മീൻ എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ മെഷർ ആണ്, മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ മെഷർ ആണ്, മോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റയുടെ സെൻട്രൽ മെഷർ ആണെന്നുള്ള കാര്യം അറിയിക്കാം. നമ്മൾ ആദ്യം മീൻ കണ്ടുപിടിക്കാം. മീൻ ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ റോ ഡേറ്റയുടെ മീൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റോ ഡേറ്റ അല്ലെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാം ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നതല്ലേ, നിങ്ങളുടെ ടോട്ടൽ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ മാർക്ക് എല്ലാം ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്രയാണ് നിങ്ങളുടെ മാർക്ക് എല്ലാം, നിങ്ങളുടെ മാർക്കിന്റെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറയും, പെർസെന്റേജ് അല്ല ആവറേജ് കണ്ടുപിടിക്കാൻ. നിങ്ങളുടെ മാർക്ക് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ എത്ര സബ്ജക്ട് മാർക്ക് ഉണ്ടോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ആവറേജ് മാർക്ക് കിട്ടുക. ശരിയല്ലേ? അതേപോലെ തന്നെയാണ് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ ഇത് മീൻ കണ്ടുപിടിക്കുന്നത്. അപ്പം ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം, മീൻ ഓഫ് റോ ഓർ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. ആ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ മീൻ ഇപ്പം കുറെ വാല്യൂസിന്റെ മീൻ കണ്ടുപിടിക്കാനുള്ള അതിന്റെ സിമ്പിൾ എന്ന് പറയുമ്പോൾ എക്സ് ബാർ ആണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? x1 plus x2 plus etc. up to xn divided by total number of observations. മാർക്ക് നിങ്ങളുടെ 10 സബ്ജക്ട് മാർക്ക് ആണെങ്കിൽ 10 സബ്ജക്ട് മാർക്ക് കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും ആവറേജ് കിട്ടും, അല്ലെങ്കിൽ മീൻ കിട്ടും. അതിനെ നമ്മൾ എന്താ എഴുതുന്നത് അറിയോ? നമ്മൾ ഇതിനെ ജനറലി എക്സ് ബാർ ഈസ് ഈക്വൽ ടു, നമ്മൾ ഇതിനെ സം ചെയ്തതിന് എഴുതുന്നത് എന്താ അറിയോ? സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 തൊട്ട് ഐ ഈസ് ഈക്വൽ ടു n വരെ നമ്മൾ എക്സ് ഐനെയാണ് ആഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഐ കൊടുക്കാൻ കാരണം ഇവിടെ ഐ തൊട്ട് ഐ ഈസിക്കൽ 1 തൊട്ട് n വരെയാണ് ആഡ് ചെയ്യുന്നത്. അതായത് എക്സിന് എക്സ് ഐക്ക് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ x1 വരും,
ഈ സിമ്പിൾ എന്ന് പറയുമ്പോൾ സമ്മേഷൻ എന്നാ പറയുന്നത്. അപ്പം അതിനർത്ഥം എന്തുവാ, ഈ ടേമിനെല്ലാം ആഡ് ചെയ്യണം. അപ്പം എക്സിന് i ഈസിക്കൽ ടു 1 ആണെങ്കിൽ എക്സ് 1 വരും, i ഈസിക്കൽ ടു 2 ആണെങ്കിൽ എക്സ് 2 വരും, പ്ലസ് i ഈസിക്കൽ ടു 3 ആണെങ്കിൽ അവിടെ പ്ലസ് എക്സ് 3 വരും. ഇങ്ങനെ പോകുന്നതാണ് ഈ ഒരു ഇതിന്റെ അർത്ഥം. മൊത്തം ഇത് എഴുതിയിരിക്കുന്നത് ഡിവൈഡഡ് ബൈ, കഴിഞ്ഞിട്ടില്ല, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഇതിനെ നമുക്ക് ആൽജിബ്രൈക്കലി അല്ല, എന്താണ്, ഇക്വേഷൻ വൈസ് തന്നെ ഇങ്ങനെ എഴുതിയെടുക്കാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മീൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇനി മീൻ ഓഫ് അറൈവ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുക്കുക. മീൻ ഓഫ് അറൈവ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കുക. അറൈവ്ഡ് ഡേറ്റ. അതായത് ഒരു ക്ലാസ്സിൽ 30 സ്റ്റുഡന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് എ ക്ലാസ് കൺസിസ്റ്റ് ഓഫ് 30 സ്റ്റുഡൻസ്. അവർക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് കിട്ടിയ ഇൻഡിവിജ്വൽ മാർക്ക്, മാത്തമാറ്റിക്സ്, ഈ മാത്സിന് തന്നെ കിട്ടിയ ഇൻഡിവിജ്വൽ മാർക്കാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ബെഞ്ചിലിരിക്കുന്ന ആദ്യത്തെ കുട്ടിക്ക് 40 മാർക്ക്, അടുത്ത കുട്ടിക്ക് 60 മാർക്ക്, അടുത്ത കുട്ടിക്ക് 20 മാർക്ക്, അടുത്ത കുട്ടിക്ക് 20 മാർക്ക്, അടുത്ത കുട്ടിക്ക് 50 മാർക്ക്, അടുത്ത കുട്ടിക്ക് 10 മാർക്ക്, അടുത്ത കുട്ടിക്ക് 72 മാർക്ക്, അടുത്ത കുട്ടിക്ക് 80 മാർക്ക്, അടുത്ത കുട്ടിക്ക് 70 മാർക്ക്, അടുത്ത കുട്ടിക്ക് 92 മാർക്ക്, അടുത്ത കുട്ടിക്ക് 36 മാർക്ക്. ഓക്കെ, 30 കുട്ടികളുണ്ട്. ഇപ്പം നമുക്ക് ഫസ്റ്റ് റോയിൽ ഇത്രയും പിള്ളേരിട്ടുണ്ട്. അപ്പം ഇത് അഭിജിത്ത്, അശ്വിൻ, എന്താണ്, അനൂപ്, ഹർഷിത, അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ ഫസ്റ്റ് റോയിൽ ഇരിക്കുക. അവരുടെ എല്ലാം മാർക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത 10 ഇപ്പൊ 1 2 3 4 5 6 7 8 9 10 ആ റോയിൽ നിൽക്കുന്ന 10 പേരാണ്. ആ 10 പേരുടെ മാർക്കാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത റോയിൽ നിൽക്കുന്ന 10 പേരുടെ മാർക്ക് എന്ന് പറയുമ്പോൾ 70, പിന്നെ അത് രണ്ടാമത് എന്ത് എഴുതിയിരിക്കുന്നത്, 50 ആണ് എഴുതിയിരിക്കുന്നത്. 70 കഴിഞ്ഞിട്ട് എനിക്ക് ക്ലിയർ ആവുന്നില്ല. 50. ഓക്കെ, അപ്പൊ 70, 50, അത് കഴിഞ്ഞിട്ട് 60, അത് കഴിഞ്ഞിട്ട് വീണ്ടും 50 ആണോ? 50, പിന്നെ 40, പിന്നെ 92, പിന്നെ 36, പിന്നെ 88, പിന്നെ 95, വീണ്ടും 56. ഓക്കെ, അതേപോലെ അടുത്ത റോയിലുള്ള പിള്ളേരുടെ മാർക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ 70, പിന്നെ 60, പിന്നെ 40, പിന്നെ 56, 88, 70, അടുത്തത് 60, അടുത്തത് 92, അടുത്തത് 40, അടുത്തത് 36. ഓക്കെ, അപ്പം നോക്കിയോ, അതായത് 30 കുട്ടികളുടെ മാർക്കാണ് എഴുതിയത്. ഇതിന്റെ മീൻ കണ്ടുപിടിക്കണം. ഈ 30 കുട്ടികളുടെ ഈ മാർക്കിന്റെ മീൻ കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ഒരു സംഖ്യ തന്നെ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ ഇതിനെ നമ്മൾ അറേയ്ഡ് ഡേറ്റ ആക്കി മാറ്റണം. അപ്പം അതിനെ അറേ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നോക്കിയോളൂ, നമ്മൾ എങ്ങനെ എഴുതുന്നറിയോ? മാർക്ക് ഒബ്റ്റെയിൻഡ് എന്ന് പറഞ്ഞൊരു ടേബിൾ, മാർക്ക് ഒബ്റ്റെയിൻഡ് എന്ന് പറഞ്ഞൊരു ടേബിൾ വരയ്ക്കാം. മാർക്ക് ഒബ്റ്റെയിൻഡ് എന്ന് പറയുന്ന ടേബിൾ വരയ്ക്കാണ്. അതിനെ നമ്മൾ xi എന്ന് ഇട്ടു. അതേപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ കൂടെ നമ്മൾ വരച്ചിട്ട് അതിനെ നമ്മൾ fi എന്ന് റെപ്രസെന്റ് ചെയ്യാം. അത് ഫ്രീക്വൻസി, എത്ര തവണ ഒബ്റ്റെയിൻ ചെയ്തു ഒരു മാർക്ക്, അല്ലെങ്കിൽ 30 മാർക്കുള്ള എത്ര പേരുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിവിടെ മൊത്തം എത്ര മാർക്ക് ഉണ്ടെന്ന് അറിയോ? മൊത്തം 10, 1, 2, 30 അല്ലേ? ഓക്കെ, നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന മാർക്ക് ഇവിടെ ഒന്ന് എഴുതാമേ.
10 മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ട്, 20 മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ട്, 36 മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ട്, 40 മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ 50 മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ട്, 56 മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ട്, അതേപോലെ 60 കിട്ടിയ കുറെ പേരുണ്ട്, അതേപോലെ തന്നെ 70 കിട്ടിയ കുറെ പേരുണ്ട്, അതേപോലെ തന്നെ 80 കിട്ടിയ കുറെ പേരുണ്ട്, അതേപോലെ തന്നെ 88 കിട്ടിയ കുറെ പേരുണ്ട്, അതേപോലെ 92 കിട്ടിയ കുറെ പേരുണ്ട്, 92 കിട്ടിയ കുറെ പേരുണ്ട്. പിന്നെ അടുത്ത എന്താ ലാസ്റ്റ് എത്രയാ? 95ഓ ആണോ? സർ 72 ഏതാ? 72 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 70 കഴിഞ്ഞിട്ട് 72 ഉണ്ട് അല്ലെ? 70 കഴിഞ്ഞിട്ട് 72 ഉണ്ട്. 72 മാർക്ക് കിട്ടിയ 72 മാർക്ക് കിട്ടിയവരുണ്ട്. അതേപോലെ തന്നെ 80 മാർക്ക് കിട്ടിയവരുണ്ട്, അതേപോലെ 88 കിട്ടിയവരുണ്ട്, അതേപോലെ 92 കിട്ടിയവരുണ്ട്, അതേപോലെ തന്നെ 95 കിട്ടിയവരുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഈ 95 കിട്ടിയ എത്ര പേരുണ്ട്? അപ്പം ഇത് എത്ര പേർക്ക് ഒരു മാർക്ക് തന്നെ പല ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചാലേ പിന്നെ എല്ലാത്തിനെയും കൂടെ കൂട്ടിയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ വരച്ചു. ഓക്കെ, 10 മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? ഒറ്റ ഒരാളേ ഉള്ളൂ. 10 മാർക്ക് കിട്ടിയ ഒറ്റ ഒരാളേ ഉള്ളൂ. നോക്കിയോ, ഇവിടെ നോക്കിയാൽ 10 മാർക്ക് കിട്ടിയ ഒരാളേ ഉള്ളൂ. 20 മാർക്ക് കിട്ടിയത് ഒരാളേ ഉള്ളൂ. 36 മാർക്ക് കിട്ടിയ 3 പേരുണ്ട്. അതായത് നോക്കി, ഇവിടെ ഒരാൾക്ക് 36 ഉണ്ട്, അതേപോലെ ഇവിടെ ഒരാൾക്ക് 36 ഉണ്ട്, അതേപോലെ ഇവിടെ ഒരാൾക്ക് 36 ഉണ്ട്. 36 കിട്ടിയ 3 പേര്. അതേപോലെ 40 കിട്ടിയ 4 പേര്, 50 കിട്ടിയത് 3 പേർക്ക്, 56 കിട്ടിയത് 2 പേർക്ക്, 56 കിട്ടിയത് 2 പേർക്ക്, 60 കിട്ടിയ 4 പേർക്ക്, 70 കിട്ടിയ 4 പേർക്ക്, 72 കിട്ടിയത് ഒരാൾക്കേ ഉള്ളൂ, 80 കിട്ടിയത് ഒരാൾക്കേ ഉള്ളൂ, 88 കിട്ടിയത് രണ്ടാൾക്കേ ഉള്ളൂ, 92 കിട്ടിയത് 3 പേർക്കുണ്ട്, അതേപോലെ തന്നെ 92 കിട്ടിയ 3 പേരും, അതേപോലെ തന്നെ അത് എത്രയായിരുന്നു ലാസ്റ്റ്? 95 എത്രയാ? ഒരാളേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ നോക്കി, അപ്പം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ മാർക്കിന്റെ ടോട്ടൽ എടുക്കേണ്ടത്. കാരണം പറഞ്ഞാൽ 10 മാർക്ക് കിട്ടിയ ഒരാളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മീൻ കണ്ടുപിടിക്കുമ്പോണ്ടല്ലോ, 10 മാർക്ക് കിട്ടിയ ഒരാളെ ആണെങ്കിൽ അവിടെ ആ 10 മാർക്ക് 10, 20 മാർക്ക് കിട്ടിയ ഒരാളെ ആണെങ്കിൽ അവിടെ എത്ര? 20, 36 മാർക്ക് കിട്ടിയ 3 പേരുണ്ടെങ്കിൽ ആ 36 3 പേരുടെ മാർക്ക് കൂട്ടണ്ടേ? 36 പ്ലസ് 36 പ്ലസ് 36 അല്ലെങ്കിൽ 36 ഇൻറ്റു 3, 36 ഇൻറ്റു 3 എത്ര? 108 ആണ്. ഇനി 40 കിട്ടിയ 4 പേരുണ്ടെങ്കിൽ മൊത്തം 160 മാർക്ക് വരുന്നു. 50 കിട്ടിയ 3 പേരുണ്ടെങ്കിൽ 150 മാർക്ക്. ഇത് ഇൻറ്റു ചെയ്യുക. 56 കിട്ടിയ 2 പേരുണ്ടെങ്കിൽ 112, 60 കിട്ടിയ 4 പേരാണെങ്കിൽ 240, 70 കിട്ടിയ 4 പേരാണെങ്കിൽ 280, 72 കിട്ടിയ 4 പേര് ഒരാളായതുകൊണ്ട് 72, 80 കിട്ടിയ ഒരാളായതുകൊണ്ട് 80, 88 രണ്ട് പേരായതുകൊണ്ട് 176, 92 കിട്ടിയ 27, 276, 95 കിട്ടിയ ഒരാളായതുകൊണ്ട് 95. ഓക്കെ, നമുക്ക് മീനാണ് കണ്ടുപിടിക്കുന്നത്, എക്സ് ബാർ മാർക്കിന്റെ മീനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം എല്ലാവർക്കും കിട്ടിയ മാർക്ക് നമ്മളെല്ലാം കൂടെ എന്ത് ചെയ്യണം? കൂട്ടുക. ഡിവൈഡഡ് ബൈ എന്താണ്? ഡിവൈഡഡ് ബൈ എത്ര? ടോട്ടൽ എത്ര പേരുണ്ട്? 30 പേരുടെ മാർക്കാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ? 1779. 1779 ഡിവൈഡ് ബൈ 30 കിട്ടുന്നു. അതിന്റെ ആൻസർ എത്ര വന്നിരിക്കുന്നത്? അതിനകത്ത് 59.3. 59.2. ഓക്കെ, അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 59.2. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന 30 പേരുടെ മാത്സിന്റെ ആവറേജ് മാർക്ക് അല്ലെങ്കിൽ മീൻ മാർക്ക് എന്ന് പറഞ്ഞാൽ 59.2 ആണ്. ഓക്കെ ആണോ? ഇത് മനസ്സിലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. സാറേ 0.3 ആണ്. 3 ആണ്. ആ, ശരി. ക്ലിയർ ആണോ? ദേവനാരായണൻ ഇത് ക്ലിയർ ആണോ? നിരഞ്ജൻ ഇത് ക്ലിയർ ആണോ? പറഞ്ഞേ പെട്ടെന്നാട്ടെ. ഓക്കെ, നമ്മുടെ ഇദ്ദേഹത്തിന് ആരോണും അതേപോലെ തന്നെ ദിവ്യ സാര 3 പേരും പറഞ്ഞേ. മനസ്സിലായി. ഓക്കെ,
നമുക്ക് ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു രീതിയുണ്ട്. ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീൻ കണ്ടുപിടിക്കാൻ, അതാണ് അടുത്ത പഠിപ്പിക്കാൻ പോകുന്നത്. ഞാൻ എല്ലാം ഈ മീൻ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിയോ. അപ്പം ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീൻ കണ്ടുപിടിക്കാം. അപ്പം എഴുതിക്കോ, മീൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡേറ്റ. മീൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡേറ്റ. ഗ്രൂപ്പ്ഡ് ഡേറ്റ. ഓക്കെ, ഇനിയും നമ്മൾ ഇതിനകത്ത് ഈ ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 3 രീതിയിൽ ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീൻ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, ഒന്ന് അസ്യൂംഡ് മീൻ മെത്തേഡ്, ഒന്ന് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് മൂന്നിനകത്തും നമുക്ക് അതായത് ശരിക്കും 2 രീതിയിൽ ചെയ്യാം. ഇവിടെ ഇൻക്ലൂസീവ്, അതായത് നോക്കൂ, ഇൻക്ലൂസീവ് ഫോം ഉണ്ട്, ഇൻക്ലൂസീവ് ഫോം ഉണ്ട്. അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് ഫോം ഉണ്ട്, എക്സ്ക്ലൂസീവ് ഫോം ഉണ്ട്. ഈ ഇൻക്ലൂസീവ് ഫോമിനകത്ത് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇന്റർവെൽ വരും. അതായത് 0 തൊട്ട് 10 മാർക്ക് കിട്ടിയ ഇത്ര പേര്, അല്ലെങ്കിൽ 20 തൊട്ട് 30 മാർക്ക് വരെ കിട്ടിയ ഇത്ര പേര്, അങ്ങനെയായിരിക്കും ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കകത്ത് വരുന്നത്. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് 30 മാർക്ക് കിട്ടിയ ഇത്ര പേരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഒരു ഉദാഹരണം, നിങ്ങളുടെ ക്ലാസ്സിൽ 30 പേരേ ഉള്ളൂ. ആ 30 പേരുടെ മാർക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നേരത്തെ കണ്ടുപിടിച്ച പോലെ മീൻ കണ്ടുപിടിക്കാം. പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 3000 പേരുണ്ടെന്ന് വിചാരിച്ചു. ഈ 3000 പേരുടെ മാർക്ക് ഓരോരുത്തർക്കും കിട്ടിയ സ്പെസിഫിക് മാർക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ ദേവനാരായൺ? നിങ്ങളുടെ ക്ലാസ്സിൽ 3000 പേരുണ്ട്. ഈ 3000 പേർക്ക് കിട്ടിയ മാത്സ് ഇപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്തുപോലെ അറേസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ ചിലപ്പം ഈ 3000 പേരിൽ ചിലപ്പോൾ 200 പേർക്കായിരിക്കും 38 മാർക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ കുറച്ച് പാടല്ലേ. അതിനുവേണ്ടിയാണ് നമ്മൾ ഗ്രൂപ്പ്ഡ് ഡേറ്റ ആക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമ്മൾ അത് കുറച്ചുകൂടെ വൈഡ് ആക്കും. അതായത് 0 തൊട്ട് 10 മാർക്ക് കിട്ടിയത് വരെ. നമ്മൾ നേരത്തെ 10 മാർക്ക് കിട്ടിയ ഒരാളെന്ന് കണ്ടുപിടിച്ചു, 20 മാർക്ക് കിട്ടിയ ഒരാളെന്ന് കണ്ടുപിടിച്ചു, 36 മാർക്ക് കിട്ടിയ 3 പേരെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോ മാർക്കും എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കും. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇന്റർവെൽ വെക്കും. 0 തൊട്ട് 10 മാർക്ക് വരെ കിട്ടിയ 8 പേര്, 10 തൊട്ട് 20 മാർക്ക് വരെ കിട്ടിയ 30 പേര്, 30 തൊട്ട് 40 മാർക്ക് വരെ കിട്ടിയ 20 പേര്, 40 തൊട്ട് 50 വരെ മാർക്ക് കിട്ടിയ 20 പേര്. അങ്ങനെ നമ്മൾ ഒരു മാർക്കിന് ഒരു ഇന്റർവെൽ കൊടുക്കും. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെൽ എന്നാണ് പറയുന്നത്. ഈ ക്ലാസ് ഇന്റർവെൽ 2 രീതിയിലുണ്ട്. ഇൻക്ലൂസീവ് ഫോമിലും ഉണ്ടാവും, എക്സ്ക്ലൂസീവ് ഫോമിലും ഉണ്ടാവും. എക്സ്ക്ലൂസീവ് ആണ്, എക്സ്ക്ലൂസീവ് ഫോമിലും ഉണ്ടാവും. ഈ ഇൻക്ലൂസീവ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു ഇന്റർവെല് 0 തൊട്ട് 10 വരെ തന്നു കഴിഞ്ഞാൽ അടുത്തത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 10 to 20 ആയിരിക്കും തരുന്നത്. അടുത്തത്, ഇത് എക്സാമ്പിൾ ആണ്, അടുത്തത് 20 to 30 എന്നായിരിക്കും തരുന്നത്. 20 to 30 എന്നായിരിക്കും തരുന്നത്. അടുത്തത് 30 to 40 എന്നും, അടുത്തത് 40 to 50 എന്നും, അടുത്തത് 50 to 60 എന്നും ഇങ്ങനെയായിരിക്കും തരുന്നത്. എന്നാൽ എക്സ്ക്ലൂസീവ് ഫോമിൽ തരുന്നത് എന്താ അറിയാമോ, ഇപ്പം ഇങ്ങനെയായിരിക്കും തരുന്നത്. 0 to, ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിനകത്ത് തന്നെ പറയാം, 0 to 9. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 to 19 ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് 20 to 29 ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് 30 to 39 ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് 40 to 49 ആയിരിക്കും വരുന്നത്. കേട്ടോ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദേവനാരായണനോടോ ചോദിക്കുന്നത്, ഒരു കുട്ടിക്ക് 10.5 മാർക്ക് കിട്ടി, അല്ല ഒരു കുട്ടിക്ക് 9.5 മാർക്ക് കിട്ടി. ഇതിനകത്ത് ഏത് ഇന്റർവെലിനകത്ത് ഉൾപ്പെടുന്നു ഈ എക്സ്ക്ലൂസീവ് ഫോമിൽ? രണ്ടാമത്തെ. അതെങ്ങനെ പറ്റുന്നു? ഇവിടെ 0 തൊട്ട് 9 വരെ ഉള്ളൂ. ഇവിടെ പിന്നെ തുടങ്ങുന്ന 10 തൊട്ട് 19 വരെയാണ്. അപ്പൊ ഈ 9നും 10നും ഇടയ്ക്ക് 9.1 തൊട്ട് 10 വരെയുള്ള 9.9 വരെയുള്ള മാർക്ക് തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇൻക്ലൂസീവ് ഫോമിലോട്ട് മാറ്റി വേണം ചെയ്യാൻ. അതിനുവേണ്ടി നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്ന് അറിയാമോ, ഒരു ഇന്റർവെലിന്റെ ഇതിനെ ഇവിടെ എഴുതിയിരിക്കുന്ന ഇന്റർവെലിനെ ലോവർ ലിമിറ്റ് എന്നും ഇതിനെ നമ്മൾ അപ്പർ ലിമിറ്റ് എന്നും എടുക്കുന്നത്. അടുത്തതിന്റെ അപ്പർ ലിമിറ്റും, അതായത് നെക്സ്റ്റ് ക്ലാസ് ഇന്റർവെലിലെ ലോവർ ലിമിറ്റും ഇപ്പോൾ ഉള്ള ക്ലാസ് ഇന്റർവെലിലെ അപ്പർ ലിമിറ്റും തമ്മിൽ മൈനസ് ചെയ്യും. അപ്പം 10 - 9 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് അത്
എല്ലാ ഇന്റർവെല്ലിലെ ലോവർ ലിമിറ്റിന്റെ കൂടെ മൈനസ് ചെയ്യുകയും അപ്പർ ലിമിറ്റിന്റെ കൂടെ പ്ലസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ടാണ് നമ്മൾ നോക്കിയോ നമുക്ക് ഇത് 10 മൈനസ് 9 ചെയ്തു. 10 മൈനസ് ചെയ്തപ്പോൾ 1 കിട്ടി. 1നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/2 ചെയ്തപ്പോൾ 0.5 കിട്ടി. ഈ 0.5നെ ഈ ലോവർ ലിമിറ്റിന്റെ കൂടെ എല്ലാവരുടെ മൈനസ് ചെയ്യുകയും അപ്പർ ലിമിറ്റിന്റെ കൂടെ എല്ലാം പ്ലസ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ നമുക്ക് ഇൻക്ലൂസീവ് ആയിട്ടുള്ള കിട്ടും. നോക്കിയേ, ഈ 0യിൽ നിന്ന് 0.5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാ? 0യിൽ നിന്ന് 0.5 കുറച്ചാൽ ബാക്കി എത്ര വരും? 0യിൽ നിന്ന് 0.5 കുറച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് 0.5 അല്ലേ വരിക? ആണോ? അത് കഴിഞ്ഞ് 9ന്റെ കൂടെ 0.5 കൂട്ടി കഴിഞ്ഞാൽ 9.5 വരും. അതേപോലെ 10ന്റെ കൂടെ 0.5 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 9.5 വരും. 19ന്റെ കൂടെ 0.5 കൂട്ടിയാൽ 19.5 വരും. 20യുടെ കൂടെ 0.5 കുറച്ച് കഴിഞ്ഞാൽ 19.5 വരും. 29ന്റെ കൂടെ 0.5 കൂട്ടിയാൽ 29.5 വരും. 30യുടെ കൂടെ 0.5 കുറച്ച് കഴിഞ്ഞാൽ 29.5 വരും. 39ന്റെ കൂടെ 0.5 കൂട്ടിയാൽ 39.5 വരും. 40യുടെ 0.5 കുറച്ച് കഴിഞ്ഞാൽ 39.5 വരും. 49ന്റെ കൂടെ 0.5 കൂട്ടിയാൽ അവിടെ എന്ത് വരും? 49.5 വരും. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഇൻക്ലൂഡ് ആയില്ലേ? -0.5 തൊട്ട് എവിടെ വരെയാണ്? -0.5 തൊട്ട് 9.5 വരെ. അത് കഴിഞ്ഞ് 9.5 തൊട്ട് 19.5 വരെ. അത് കഴിഞ്ഞ് 19.5 തൊട്ട് 29.5 വരെ. കണ്ടോ? അപ്പൊ ഇതിപ്പോ ഇൻക്ലൂസീവ് ആയിട്ട് മാറിയില്ലേ? മാറിയോ ദേവനാരായൺ? അപ്പൊ എക്സ്ക്ലൂസീവ് ഫോം വന്നു കഴിഞ്ഞാൽ അതിനെ ഇൻക്ലൂസീവ് ഫോം ആക്കിയാൽ, ഇൻക്ലൂസീവ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒന്നിന്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കും തൊട്ടടുത്ത ക്ലാസ് ഇന്റർവെലിന്റെ ലോവർ ലിമിറ്റ്. കണക്റ്റഡ് ആകണ്ട, ഇത് കണക്റ്റഡ് ആയി, ഇത് കണക്റ്റഡ് ആയി, ഇത് കണക്റ്റഡ് ആയി, ഇത് കണക്റ്റഡ്. എന്നാൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കുണ്ട് ഇത് 9ഉം ഇത് 10ഉം ആണ്. പിന്നെ ഇത് 19ഉം 20ഉം ആണ്. 29 39 40 കണ്ടോ? അപ്പം അതിനിടയിലുള്ള സംഖ്യകൾ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനെ നമ്മൾ ഇൻക്ലൂസീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരെണ്ണത്തിന്റെ ലോവർ ലിമിറ്റും ഒരെണ്ണത്തിന്റെ അപ്പർ ലിമിറ്റും കൂടെ തൊട്ടടുത്ത ഇന്റർവെല്ലിലെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മൈനസ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏതാണോ അത് എല്ലാ ലോവർ ലിമിറ്റിന്റെ കൂടെ മൈനസ് ചെയ്യുക, എല്ലാ അപ്പർ ലിമിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സന ക്ലിയർ ആണോ? ദേവനാരായൺ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആരോൺ ക്ലിയർ ആണോ? നിരഞ്ജൻ ക്ലിയർ ആണോ? ഓക്കെ, ഇതെല്ലാം എഴുതിയെടുക്കണം. എഴുതിയെടുത്തിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പോവാം. 3 മെത്തേഡിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. ഇവിടെ നോക്കിക്കോണം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന മെത്തേഡ്, 3ന്റെ ഇക്വേഷൻ ഞാൻ തരാമേ. ആദ്യം ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡാണ്. അതായത് മീൻ ഓഫ് ഗ്രൂപ്പ് ഡേറ്റയുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെത്തേഡാണ്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. മീൻ എന്ന് പറയുമ്പോൾ എക്സ് ബാർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇത് നിങ്ങളുടെ ഒരാളുടെ ടെക്സ്റ്റിനകത്ത് എം എന്നും ഒരാളുടെ ടെക്സ്റ്റിനകത്ത് എക്സ് ബാർ എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും സെയിം കൺസെപ്റ്റ് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ എക്സ് ബാർ ഇടുന്നു. എക്സ് ബാർ മീൻ അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ടുള്ള എന്ത് കിട്ടും? നമുക്ക് മീൻ കിട്ടും. ഓക്കെ ആണല്ലോ? ഒന്നാമത്തെ മെത്തേഡ്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഞാൻ ഒരു ടേബിൾ തരികയാണ്. എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോണം. ഒരു ടേബിൾ തരികയാണ്. ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുവാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ 3 മെത്തേഡിൽ ചെയ്ത് കാണിക്കാം. ഏഴ് റീഡിങ്സ് ഉണ്ട്. അതിൽ ഇത് ക്ലാസ് ഇന്റർവെൽ എന്നാണ് തന്നിരിക്കുന്നത്. ഇന്റർവെൽ ഇത്
ഇത് ഫ്രീക്വൻസി എന്നാണ് തന്നിരിക്കുന്നത്. ഫ്രീക്വൻസി എന്നാണ് അപ്പൊ ക്ലാസ് ഇന്റർവെൽ തന്നിരിക്കുന്നത് 45 മുതൽ 50 വരെ 5 പേര്. ഇത് മാർക്കാണ് വേണമെങ്കിൽ കരുതിക്കോ, മാർക്കാണ് കരുതിക്കോ. 45 മുതൽ 50 വരെ മാർക്ക് കിട്ടിയ 5 പേര്, അങ്ങനെ കരുതിക്കോ. അങ്ങനെ അല്ല ചോദിച്ചിരിക്കുന്നത്, റാൻഡം ആയിട്ട് ചുമ്മാ ഒരു ഇത് തന്നിരിക്കുകയാണ്. അതേപോലെ 50 തൊട്ട് 55 വരെ മാർക്ക് കിട്ടിയ 8 പേര്, 55 തൊട്ട് 60 വരെ മാർക്ക് കിട്ടിയ 30 പേര്, 60 തൊട്ട് 65 മാർക്ക് കിട്ടിയ 25 പേര്, 65 തൊട്ട് 70 മാർക്ക് കിട്ടിയ 14 പേര്, 70 തൊട്ട് 75 വരെ മാർക്ക് കിട്ടിയ 12 പേര്, 75 തൊട്ട് 80 മാർക്ക് വരെ കിട്ടിയ 75 തൊട്ട് 80 മാർക്ക് വരെ കിട്ടിയ 6 പേര്. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിന്റെ ഈ ഗ്രൂപ്പ് ഡേറ്റയുടെ മീൻ കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഗ്രൂപ്പ് ഡേറ്റയുടെ മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ഈ ടേബിളിനെ തിരിച്ചു വരയ്ക്കണം. നോക്കിയോളൂ, ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് എത്ര റീഡിംഗ് ഉണ്ടോ അത്രയും വലിയ ടേബിൾ വേണം വരയ്ക്കാൻ. ഉണ്ട്, അപ്പൊ ഞാൻ ഇച്ചിരി വലുതായിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. നോക്കിയോ, എന്നിട്ട് ഞാൻ ആദ്യം ക്ലാസ് ഇന്റർവെൽ ഇവിടെ എഴുതാൻ പോകും. നോക്കിയോ, ക്ലാസ് ഇന്റർവെൽ എഴുതാൻ പോകും. ക്ലാസ് ഇന്റർവെൽ എഴുതാൻ പോവാണ്. ഇവിടെയാണ് ക്ലാസ് ഇന്റർവെൽ എഴുതാൻ പോകുന്നത്. ക്ലാസ് ഇന്റർവെൽ. അടുത്തത് ഞാൻ എഴുതാൻ പോകുന്നത് എന്താണെന്നറിയോ? അടുത്തത് ഞാൻ എഴുതാൻ പോകുന്നത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ആ ക്ലാസ് ഇന്റർവെൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതാണ് ഫ്രീക്വൻസി. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം. ഈ ഫ്രീക്വൻസിനെയാണ് നമ്മൾ FI എന്ന് എടുത്തിരിക്കുന്നത്, ക്ലാസ് മാർക്കിനെയാണ് നമ്മൾ XI എന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ നമുക്ക് FI into XI യുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അതായത് FI into XI യുടെ വാല്യൂ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ക്ലാസ് ഇന്റർവെൽ ആദ്യത്തേത് 45 മുതൽ 50 വരെ, അതിന്റെ ഫ്രീക്വൻസി 5 വരെ. അതിന്റെ ക്ലാസ് മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമോ? ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അതായത് 45 പ്ലസ് 50 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ അതായിരിക്കും അതിന്റെ ക്ലാസ് മാർക്ക്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെയും സെൻട്രൽ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായത് 47.5. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം FI into XI ചെയ്യണം. അപ്പൊ എത്രയാ? 47.5 into 47.5 into 5 ചെയ്യണം ഇല്ലേ? അപ്പൊ 47.5 into 5 ചെയ്യുമ്പോൾ നമുക്ക് 47.5 into 5 ചെയ്യുമ്പോൾ നമുക്ക് 237.5 ആയിരിക്കും കിട്ടുക. അത് FI XI യുടെ വാല്യൂ. ഇനി അടുത്ത ഇന്റർവെൽ എന്ന് പറയുമ്പോൾ 50 തൊട്ട് 55 വരെയാണ്. 8 പേരാണ് അങ്ങനെ മാർക്ക് മേടിച്ചിരിക്കുന്നത്. അതിന്റെ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കാൻ 50 പ്ലസ് 55 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ നമുക്കത് ഇനി അറിയാലോ, കൃത്യം സെൻട്രൽ വാല്യൂ 52.5. ഇനി 52.5 into 8 ചെയ്യുമ്പോൾ നമുക്ക് 420 കിട്ടും. ഓക്കെ, അടുത്തത് 55 to 60 വരെയുള്ള 30 പേരാണ്. അപ്പൊ 55നും 60നും ഇടയ്ക്കുള്ള കൃത്യം നടുക്കത്തെ വാല്യൂ 57.5 ആണ്. 57.5 into 30 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1725 കിട്ടും. ഇതെങ്ങനെ വന്നതെന്നറിയോ? ഇത് 47.5 into 5, കാരണം FI XI കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇത് 52.5 into 8. ഇത് വന്നത് 57.5 into 30 ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ വന്നത്. ഇനി അടുത്തത് 60 തൊട്ട് 65 വരെയുള്ള ക്ലാസ് മാർക്ക് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 14 ആണ്. അതിന്റെ ക്ലാസ് മാർക്ക് എന്ന് പറയുമ്പോൾ 60 പ്ലസ് 65 ബൈ 2 ചെയ്യുമ്പോൾ 62.5 വരും. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 62.5 into 14 ചെയ്യുമ്പോൾ നമുക്ക് 875 എന്ന് കിട്ടും. അതായത് 62.5 into 14 വരും. അടുത്തത് എത്രയാ? അടുത്തത് 65 തൊട്ട് 70 വരെ. 65 തൊട്ട് 70 വരെ എത്ര പേരാണ്? ഓ, ഞാൻ ഈ തെറ്റിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ, ഒരു സെക്കൻഡ്. 60 തൊട്ട് 65 വരെ 25 പേരായിരുന്നു. അപ്പൊ ഇവിടെ 25 ആയിരുന്നതേ. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 1562.5 ആയിരുന്നു. 1562.5 ആണ് വരുന്നത്. ഇത് 25 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി 65 തൊട്ട് 70 വരെ എന്ന് പറഞ്ഞാൽ 14 ആണ് ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് ഇവിടെ എത്രയാണ്?
67.5 വരുന്നു. അപ്പൊ നമുക്ക് അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 67.5 ഇൻറ്റു 14 ചെയ്യുമ്പോൾ നമുക്ക് 945 കിട്ടുന്നു. ഇനി നമുക്ക് എന്താ, ഇനി നമുക്ക് 70 തൊട്ട് 75 വരെ, 70 തൊട്ട് 75 വരെ നോക്കുമ്പോൾ 12 ആണ്. അപ്പൊ അത് 72.5 ആണ്. അപ്പൊ നമുക്ക് 72.5 ഇൻറ്റു 12 അത് 870 ആണ് നമുക്ക് കിട്ടുക. ഇനി ലാസ്റ്റ് വൺ 75 ടു 80 വരുന്ന സമയത്ത് നമുക്ക് 6 ആണ് ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് 70 അതിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും 77.5 ആണ്. അപ്പൊ 77.5 ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് 465 കിട്ടും. ഓക്കെ, നമ്മുടെ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട്? എക്സ് ബാർ ഈസിക്കൽ എന്താ, സിഗ്മ എഫ് ഐ എക്സ് ഐ. സിഗ്മ എഫ് ഐ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഐ എക്സ് ഐയുടെ സമം എന്നർത്ഥം. ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഐയുടെ സമം എന്നർത്ഥം അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയോ, ഈ എഫ് ഐയുടെ സമം എല്ലാം കൂടെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. ഇതാണ് എഫ് ഐയുടെ സമം. നോക്കിയോ, ഇവിടെ ഇത് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ എഫ് ഐയുടെ സം കണ്ടുപിടിച്ച് ഇവിടെ എഴുതാം. അതായത് സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം കൂടെ കൂട്ടുക. അതായത് 5 പ്ലസ് 8 പ്ലസ് 30 പ്ലസ് 25 പ്ലസ് 14 പ്ലസ് 12 പ്ലസ് 6. അപ്പൊ നമുക്ക് ഇവിടെ 100 കിട്ടും. അതേപോലെ എഫ് ഐ എക്സ് ഐയുടെയും കൂടെ സം എടുക്കുക. എഫ് ഐ എക്സ് ഐയുടെയും കൂടെ സം എടുക്കുക. എഫ് ഐ എക്സ് ഐയുടെയും കൂടെ സം എടുക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സം എടുക്കുമ്പോൾ 237.5 പ്ലസ് 420 പ്ലസ് 1725 പ്ലസ് 1562.5 പ്ലസ് 945 പ്ലസ് 870 പ്ലസ് 465. ഞാനിത് കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്യുവാണ് കേട്ടോ. അപ്പൊ നമുക്ക് 6000, അതായത് സിഗ്മ എഫ് ഐ എക്സ് ഐയുടെ വാല്യൂ നമുക്ക് 6225 കിട്ടി. ഇനി മീൻ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. എക്സ് ബാർ ഈസ് സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ എഫ് ഐ. അപ്പൊ നമുക്ക് 62.25 ഡിവൈഡ് ബൈ 100 ചെയ്താൽ നമുക്ക് 62.25 കിട്ടും. ഇത് മനസ്സിലായോ? ഇതിന്റെ ഐഡിയ കിട്ടിയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിന്റെ ഐഡിയ കിട്ടിയോ എല്ലാവരോടും? ദിവ്യ കിട്ടിയോ? ദിവ്യ, സന കിട്ടിയോ? നിരഞ്ജൻ കിട്ടിയോ? ദേവനാരായൺ ആരോൺ കിട്ടിയോ? ഓക്കെ, ഇനി നമ്മള് ഇത് തന്നെ അതിന്റെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, അടുത്ത മെത്തേഡ് ഏതായിരുന്നു? അടുത്ത മെത്തേഡ് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ച് ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. അടുത്ത രണ്ടെന്ന് കൊടുത്തിട്ട് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് കൊടുക്കും. അസ്യൂംഡ് 3 മെത്തേഡ് ഞാൻ ഇവിടെ പഠിപ്പിച്ച് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ പഠിപ്പിക്കാം. അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയാം. അപ്പം അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മീൻ അസ്യൂം ചെയ്യുക. അപ്പൊ അത് നമുക്ക് പറഞ്ഞുതരാം. അപ്പം സെയിം എന്താ അറിയോ, ഒരു ടേബിളിലൂടെ എക്സ്ട്രാ വരയ്ക്കേണ്ടി വരും. നമുക്ക് ആ ക്വസ്റ്റ്യൻ അത് തന്നെ ആയതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ എഴുതുന്നില്ല. പകരം ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് വരയ്ക്കുകയാണ്. ഓക്കെ, നോക്കിക്കോളൂ. ഓരോ ടേബിൾ നോക്കിക്കോ. ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് വരയ്ക്കണം. എന്റെ കൂടെ വരച്ച് പോവാതെ അത് ശ്രദ്ധിച്ചിട്ട് വരയ്ക്കണം. ഞാൻ എന്ത് ചെയ്തു, ക്ലാസ് ഇന്റർവെലിന് ഒരു ടേബിൾ വരച്ചു. അതേപോലെ തന്നെ അടുത്തത് ഫ്രീക്വൻസിക്ക് ഒരു ടേബിൾ വരച്ചു. അടുത്തത് ക്ലാസ് മാർക്കിന്, അതായത് നമ്മുടെ ആ എക്സ് ഐ, അതായത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ കിട്ടുന്നതിന് കിട്ടി. ഇനി അടുത്തത് നമ്മളൊരു ഡി ഓക്കെ, എന്നിട്ട് ഞാൻ ഓരോന്നോരോന്ന് എഴുതി തരാം. ഏതെങ്കിലും എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോ, അതായത് കാരണം അടുത്ത വരുമ്പോഴത്തേക്കും സ്റ്റെപ്പ് ഡീവിയേഷൻ വരുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ടേബിൾ കൂടെ വരും. നമുക്ക് എഴുതി തരാം. നോക്കിക്കോളൂ, നമ്മൾ ക്ലാസ് ഇന്റർവെലിന് ഒരു ടേബിൾ വരയ്ക്കുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ ഫ്രീക്വൻസിക്ക് ഒരു ടേബിൾ വരയ്ക്കുന്നു. അടുത്തത്
ക്ലാസ് മാർക്കിന് ഒരു ടേബിൾ വരയ്ക്കുന്നു. ക്ലാസ് മാർക്കിന് ഒരു ടേബിൾ വരയ്ക്കുന്നു. ഓക്കെ. ഇനി നമ്മൾ എന്താണെന്ന് അറിയാമോ, നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അസ്യൂംഡ് മീൻ മെത്തേഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, നമ്മൾ യു ഐ എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പോകണേ. യു ഐ അപ്പൊ അതിന് രണ്ട് ടേബിളുകളുണ്ട്. നോക്കിയോ, യു ഐ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ പോവാ. അസ്യൂംഡ് മീൻ മെത്തേഡിന് യു ഐ എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പോവാ. യു ഐ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, യു ഐ എന്ന് പറയുമ്പോൾ xi മൈനസ് എ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. അതാണ് യു ഐയുടെ ഇക്വേഷൻ. അതായത് xi മൈനസ് എ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. ഇതാണ് ഇക്വേഷൻ. ഇനി എന്താ പറയുക, ഇനി നമ്മൾ എഫ് ഐ യു ഐ കൂടെ കണ്ടുപിടിക്കും. അതെന്താന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, അതവിടെ നിൽക്കട്ടെ. മറ്റെല്ലാം അതേപോലെ തന്നെ എഴുതാൻ പോവാണ്. അതേപോലെ തന്നെ നമ്മൾ എഴുതുവാണ്. എന്തായാലും അതിന്റെ ക്ലാസ് ഇന്റർവെൽ അത് അതേപോലെ തന്നെ നമ്മൾ എഴുതി വെക്കാൻ പോകുന്നു. നാപ്പത്തി 5 തൊട്ട് 50 വരെ എത്ര പേരായിരുന്നു? 5 ആയിരുന്നു. 50 തൊട്ട് 55 വരെ 8 ആയിരുന്നു. 55 തൊട്ട് 60 വരെ 30 ആയിരുന്നു. 60 തൊട്ട് 65 വരെ 25 ആയിരുന്നു. 65 തൊട്ട് 70 വരെ 14 ആയിരുന്നു. 70 തൊട്ട് 75 വരെ 12 ആയിരുന്നു. 75 തൊട്ട് 80 വരെ 6 ആയിരുന്നു. ഓക്കെ. ക്ലാസ് മാർക്ക് നമ്മൾ പറയുന്നു, നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാണ് 47.5. അടുത്തത് 52.5, പിന്നെ 5 കൂട്ടി 57.5, പിന്നെ 5 കൂട്ടി 62.5. അതായത് ഇതിന്റെ ഇടയ്ക്കത്തെ വാല്യൂ ആയിട്ട് ഓർത്താൽ മതി. മനസ്സിലായോ? അപ്പം ആദ്യത്തെ എത്രയാണ് കൂടുതൽ നമുക്ക് ബാക്കി അത്ര തന്നെ ആയിരിക്കും കൂടി പോകുന്നത്. അടുത്തത് 67.5, അടുത്തത് 72.5, അടുത്തത് 77.5. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നറിയോ, ഞാൻ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ക്ലാസ് മാർക്ക് ഞാൻ എടുക്കാൻ പോവാ. നടുക്കുള്ള ഒരു ക്ലാസ് മാർക്ക് എടുക്കാൻ പോവാ. ഞാൻ ഇതിനെ അങ്ങ് സെലക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ എ. ഓക്കെ. അസ്യൂംഡ് മീൻ ഞാൻ ഇതായിട്ട് അങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഈ ഡിവൈഡ് ബൈ എച്ച്. എച്ച് എന്ന് പറയുമ്പോൾ ക്ലാസ് സൈസ് ആണ്. ഈ എച്ച് എന്ന് പറയുമ്പോൾ ക്ലാസ് സൈസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ സൈഡിലോട്ട് ഓരോന്നും ചെയ്ത് നോക്കാം. ആദ്യത്തെ യു ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടത്തെ xi മൈനസ് എ ഡിവൈഡ് ബൈ എച്ച് എന്ന് നോക്കി. അവിടത്തെ xiയുടെ വാല്യൂ എന്താ? ഫസ്റ്റിന്റെ ഇതാണ് നമ്മുടെ xi, ഇത് നമ്മുടെ fi ആണ്. അപ്പൊ ആദ്യത്തെ xiയുടെ വാല്യൂ 47.5 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. 47.5 മൈനസ് എത്രയാ നമ്മുടെ അസ്യൂംഡ് മീൻ 62.5 ഡിവൈഡ് ബൈ ക്ലാസ് സൈസ് എത്രയാ? 45 മുതൽ 50 വരെ 5 ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 47.5 ന്ന് 62.5 പോയാൽ എത്ര കിട്ടും? 47, 57, 57ഉം 5ഉം ആണ് 62. അപ്പൊ മൈനസ് 15 കിട്ടും ഡിവൈഡ് ബൈ 5. അപ്പൊ നമുക്ക് -3 കിട്ടി. കണ്ടോ? അപ്പൊ ഇവിടെ -3. അടുത്തത് കണ്ടുപിടിക്കാൻ വേണ്ടി അടുത്ത യു ഐ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ അവിടത്തെ മീൻ എടുക്കുന്നു. അവിടത്തെ 52.5 ആണ് അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്തു? xi ആയിട്ട് എടുത്തിട്ട് 52.5 മൈനസ് അവിടുത്തെ അസ്യൂംഡ് മീൻ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. 62.5 ഡിവൈഡ് ബൈ എത്രയായിരിക്കും? 5. അപ്പൊ നമുക്ക് -10 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടി, -2 എന്ന് കിട്ടി. അപ്പൊ ഇവിടത്തെ യു ഐ -2 എന്ന് കിട്ടി. അടുത്ത യു ഐ കണ്ടുപിടിക്കാൻ വേണ്ടി യു ഐ ഈസ് ഈക്വൽ ടു അവിടുത്തെ 57.5 ആണ്. 57.5 മൈനസ് 62.5 ഡിവൈഡ് ബൈ 5 ചെയ്യുന്നു. അപ്പൊ നമുക്ക് -5 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടുന്നു. അപ്പൊ -1 എന്ന് കിട്ടും. ഇവിടെ -1. ഓക്കെ. ഇനി അടുത്ത കഴിഞ്ഞാൽ 62 മൈനസ് 62 തന്നെയല്ലേ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് 0 ആവും. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഇട്ടാൽ മതി. 67 വരുമ്പോഴത്തേക്കും +1 വരും. +1 വരും. 72.5 വരുമ്പോഴത്തേക്കും അത് 2 വരും. 77 വരുമ്പോഴത്തേക്കും അത് 3 വരും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് മീൻ കണ്ടുപിടിക്കണം. അതായത് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി എന്ത് ചെയ്യണം? FIUI ചെയ്യണം. FIUI ഒന്ന് ചെയ്തേ നോക്കിയോ. ഇവിടുത്തെ FI എന്ന് പറയുമ്പോഴത്തേക്കും 5 ആണ്. ശരിയല്ലേ? അപ്പൊ FIUI ചെയ്യുമ്പോൾ 5 × -3 ഈസ് ഈക്വൽ ടു -15. ഇവിടെ 8 × -2 ഈസ് ഈക്വൽ ടു -16. അടുത്തത് 30 × -1 ഈസ് ഈക്വൽ ടു -30. അടുത്തത് 25 × 0 ഈസ് ഈക്വൽ ടു 0. അടുത്തത് 14 × 1 ഈസ് ഈക്വൽ ടു 14. അടുത്തത് 12 × 2 ഈസ് ഈക്വൽ ടു 24. അടുത്തത് 6 × 3 ഈസ് ഈക്വൽ ടു എത്രയാ? 18. അതായത് ഈ FIയും UIയും കൂടെ ഇൻഡു ചെയ്യുവാണ് ഓരോ വാല്യൂവിന്റെയും. ഇനി നമുക്ക് അതിന്റെ സം എടുക്കണം. ഓക്കെ. അതായത് ഇതെന്താ ഞാൻ കണ്ടുപിടിക്കാത്തതെന്ന് അറിയാവോ?
ഇത് കണ്ടുപിടിക്കാതെന്ന് പറയുമ്പോൾ ഓൾറെഡി ഇത് 62 എക്സ് ആയി നിങ്ങൾ 62.5 എടുക്കുന്നു, എയും 62.5 എടുക്കുന്നു, ഡിവൈഡ് ബൈ 5 ഇത് 0 ആയപ്പോൾ 0/5 0 തന്നെ, അതുകൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ മോളിലത്തെ നിങ്ങൾ നോക്കി അടുത്ത 67 ആണെങ്കിൽ 67.5 മൈനസ് 62.5 ഡിവൈഡ് ബൈ 5 5/5 1 വരും. 72.5 മൈനസ് 67.5 അവിടെ 62.5 ചെയ്യുമ്പോൾ 10/5 വരും, 2 വരും. 77.5 മൈനസ് 62.5 15/5 വരും, അപ്പൊ 3 വരും. അതുകൊണ്ടാണ് അത് ചെയ്യാഞ്ഞത്, മനസ്സിലായോ? അതുകൊണ്ടാണ് അത് ചെയ്യാഞ്ഞത്, അത് നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ പരീക്ഷിക്കുക, എല്ലാം ചെയ്ത് നോക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വരെ കിട്ടിയത് നമ്മൾ എഴുതി. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? മീൻ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? മീൻ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കിക്കോളൂ. മീൻ കണ്ടുപിടിക്കാനുള്ള അസ്യൂംഡ് മീൻ മെത്തേഡ് വഴി മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, നോക്കിക്കോളൂ. മീൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് അസ്യൂംഡ് മീൻ മെത്തേഡ് അല്ലേ, എ പ്ലസ് സിഗ്മ എഫ് ഐ യു ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ എന്നാണ്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ നോക്കിയേ, നമുക്കറിയാം ഈ സിഗ്മ എഫ് ഐ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നേരത്തെ അത് കണ്ടുപിടിച്ചു വെച്ചാൽ ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു വെച്ചാൽ അത് 100 ആണ്. അതായത് സിഗ്മ എഫ് ഐക്ക് വ്യത്യാസം നമ്മൾ ആ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തത് 100. എന്നാൽ സിഗ്മ എഫ് ഐ യു ഐയുടെ സം കൂടെ എഴുതണം. അതായത് എഫ് ഐ യു ഐ എന്ന് പറയുമ്പോൾ ഇതാണ്, അതിന്റെ സം സിഗ്മ എഫ് ഐ യു ഐ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, ഇത് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ആലോചിച്ചോണം, മൈനസും പ്ലസും കൂടെ വരുന്നുണ്ട്. അപ്പൊ മൈനസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം, അതിൽ നിന്ന് പ്ലസ് എന്ത് ചെയ്യണം, അത് തമ്മിൽ ചെയ്യണം. അത് ഞാൻ ചെയ്ത് കാണിക്കാൻ നോക്കിയുള്ളൂ. ഇത് 3 കൂടെ ആഡ് ചെയ്താൽ നോക്കി -30, കാരണം -15 -16 എന്ന് പറയുമ്പോൾ -31, -31 -30 കൂടെ ചേർത്താൽ -61 വരും. ശരിയല്ലേ? ആണ്. ഇനി താഴെ 24 18 24 10 34 8 42 42 10 52 4 56, അപ്പൊ നമുക്ക് 56 വരും. അപ്പൊ ശരിക്കും ചെയ്യേണ്ടത് -61 + 56 എന്ന് വരും. അപ്പൊ നമുക്ക് -5 എന്നായിരിക്കും വരിക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ -5 ഇട്ടു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി നമ്മൾ അത് ഇവിടെ കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് എത്ര വരും നോക്കാം. നമുക്ക് അസ്യൂംഡ് മീൻ എന്ന് പറയുമ്പോൾ 62.5 ആണ് നമ്മൾ അസ്യൂംഡ് മീൻ എടുത്തത്, പ്ലസ് സിഗ്മ എഫ് ഐ യു എന്ന് പറയുമ്പോൾ നമുക്ക് -5 കിട്ടി, ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ എന്ന് പറയുമ്പോൾ നമുക്ക് 100 കിട്ടി. ഇവിടെ ഈ എൽസിയം എടുക്കണം, ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 162.5 എന്ന് വരുന്നു, പ്ലസ് -5 ഹോൾ ഡിവൈഡ് ബൈ 100 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 162.5 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ, ഇത് -5 ആണ്, കുറച്ച് കഴിഞ്ഞാൽ 157. ഒരു സെക്കൻഡ്, ഓക്കെ. ഇവിടെ ഒന്ന് നോക്കിയാൽ ഇവിടെ ഇൻറ്റു എച്ചും കൂടെ ഉണ്ട്, ഞാൻ വിട്ടുപോയി. ക്ലാസ് സൈസ് കൂടെ മൾട്ടിപ്ലൈ ആണ് ഇക്വേഷനകത്തെ. അപ്പൊ നമ്മൾ ഇവിടെ ക്ലാസ് സൈസ് ഇവിടെ 5 ആണ്. അപ്പം ഇവിടുത്തെ വാല്യൂ നോക്കി, അപ്പൊ ഇവിടെ ഒരു വ്യത്യാസം വരും, നോക്കിക്കോളൂ. അപ്പൊ ഇവിടെ 62.5 പ്ലസ് 5 × -5 എന്ന് പറയുമ്പോൾ -25 ഡിവൈഡ് ബൈ എത്രയാ 100 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യുന്ന സമയത്ത് നോക്കിയോ, -25/100 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടുന്നത്, -25/100 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടുന്നത് 62.5 പ്ലസ് എത്രയാ 0.25 വരും മൈനസ്. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്താൽ മതി, ഈ 62.5 ൽ നിന്ന് -0.25 ചെയ്താൽ മതി. ആ 6.50 ആണ്, 6.50 0.25 പോയി കഴിഞ്ഞാൽ ബാക്കി 62.25 എന്നായിരിക്കും കിട്ടുക. കണ്ടോ? നേരത്തെ മീൻ കണ്ടുപിടിച്ചപ്പോഴും ആ മെത്തേഡ് വഴി മീൻ കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് 62.25 ആണ് കിട്ടിയത്. ഈ മെത്തേഡ് വഴി ഈ സെയിം ക്വസ്റ്റ്യന്റെ മീൻ കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് 62.25 ആയിട്ട്. ഇനി സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉണ്ട്, അതുകൂടെ പഠിപ്പിക്കാം.
ഇനി സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡ് ഇത് തന്നെ വെച്ചിട്ട് സ്റ്റെപ്പ് ഡിവിയേഷൻ മൂന്നാമത്തേത് സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡ് ചെയ്യാൻ പോവാണ്. സെയിം ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡ് ചെയ്യാം. നോക്കിക്കോളൂ, സെയിം ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡ് ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ ഇതേപോലെ ഒരു ടേബിൾ വരയ്ക്കുന്നു. എന്നിട്ട് സ്റ്റെപ്പ് ഡീവിയേഷൻ അറിയോ, ഓക്കെ നോക്കിക്കോളൂ. അതും സെയിം ഇത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ടേബിൾ വരയ്ക്കുന്നു. അതിനകത്ത് എന്താണ് ക്ലാസ് ഇന്റർവെൽ മാർക്ക് ചെയ്യുന്നു. അടുത്തത് അതിന്റെ ഫ്രീക്വൻസി മാർക്ക് ചെയ്യുന്നു. അതിന്റെ ക്ലാസ് മാർക്ക് മാർക്ക് ചെയ്യുന്നു. അടുത്തത് എന്താണ്, അടുത്തത് അതിന്റെ ഡീവിയേഷൻ ഡിയും പിന്നെ FI DAയും കൂടെ നോക്കിക്കോ. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമ്മള് ക്ലാസ് ഇന്റർവെൽ, അടുത്തത് ഫ്രീക്വൻസി, അടുത്തത് ക്ലാസ് മാർക്ക്, അടുത്തത് എന്താണെന്നറിയോ, DI ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. DI എന്ന് പറഞ്ഞാൽ എന്താ പറയുക, DI എന്ന് പറയുമ്പോൾ XI മൈനസ് A ആണ് കേട്ടോ. XI മൈനസ് A ആണ് DI. ഓക്കെ ആണല്ലോ. UI എന്ന് പറയുമ്പോൾ XI മൈനസ് A ഡിവൈഡഡ് ബൈ H എന്നും കൂടെ വരും. ഇനി നമ്മൾ FI DI കൂടെ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇത് 45 തൊട്ട് 50 വരെയായിരുന്നു. അത് ഫ്രീക്വൻസി 5 ആയിരുന്നു. അതിന്റെ ക്ലാസ് ഇന്റർവെൽ 47.5 ആണ്. ഓക്കെ. അടുത്തത് 50 തൊട്ട് 55, അടുത്തത് 55 തൊട്ട് 60, അടുത്തത് 60 തൊട്ട് 65, അടുത്തത് 65 തൊട്ട് 70, അടുത്തത് 70 തൊട്ട് 75, അടുത്തത് 75 വരെ ഇല്ലല്ലോ, 75 തൊട്ട് 80 വരെ ഉണ്ട് അല്ലേ. അപ്പൊ അടുത്തത് 5, അതേപോലെ ഇത് 8, ഇത് 30, ഇത് 25, ഇത് 14, ഇത് 12, ഇത് 6. അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ കൃത്യം ഈ 50 55 ഇടയ്ക്കുള്ളത് 52.5 ആണ്. ഇത് 57.5 ആണ്. ഇത് 62.5 ആണ്. ഇത് 67.5 ആണ്. അടുത്തത് 72.5 ആണ്. അടുത്തത് 77.5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു അസ്യൂംഡ് മീൻ കണ്ടുപിടിച്ചു. കണ്ടോ, ഇത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ DI കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, XI മൈനസ് ഇവിടത്തെ DI കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ XI 47.5 ആണ്. മൈനസ് എന്ത് ചെയ്തു, മൈനസ് 62.5 ഇല്ലേ. അപ്പൊ നമ്മളത് എഴുതുന്നില്ല, പകരം അത് മൈനസ് ചെയ്തിട്ട് അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ഞാൻ എന്താണ് DI ഇവിടുത്തെ DI 47.5 മൈനസ് 62.5 എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യം സെൻട്രൽ ആയിട്ടുള്ള ഏതെങ്കിലും വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ 6 എണ്ണ ഉള്ളെങ്കിൽ അപ്പം പറയും നിങ്ങൾ എങ്ങനെ സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കുന്ന, നടുക്ക് 2 വാല്യൂ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിച്ചാൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്താൽ നടുക്കട്ടെ. ഓക്കെ. അപ്പം ഇത് 47 മൈനസ് 62.5 ചെയ്യുന്ന സമയത്ത് 47.5 മൈനസ് 62.5 ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ കിട്ടിയത് 15 ആണ്. ഇത് 52.5 മൈനസ് 62, ഇത് മൈനസ് ആണ്, മൈനസ് 15. ഇവിടെ 62.5 മൈനസ് 10 കിട്ടുന്നു. അടുത്തത് മൈനസ് 5 കിട്ടുന്നു. ഇത് 0 കിട്ടുന്നു. പ്ലസ് 5 കിട്ടുന്നു. അതേപോലെ പ്ലസ് 10 കിട്ടുന്നു. അതേപോലെ തന്നെ എന്താണ് ഇവിടെ പ്ലസ് 15 കിട്ടുന്നു. ഓക്കെ. ഇനി നമ്മൾ എന്താ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ ഫ്രീക്വൻസി FI-നെയും DI-നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രണ്ട് ടേബിൾ മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 15 minus 15 minus 45, 8 into 10 minus 10 minus 80, 30 into minus 5 എന്ന് പറയുമ്പോഴത്തേക്കും minus 150, 25 into 0 എന്ന് പറയുമ്പോൾ 0, 14 into 5 എന്ന് പറയുമ്പോഴത്തേക്കും 70, 12 into 10 എന്ന് പറയുമ്പോൾ 120, 6 into 15 എന്ന് പറയുമ്പോഴത്തേക്കും 90. ഇനി ഇത് ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. കാരണം മൈനസ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ 150 കൂടെ 80 കൂട്ടിയാൽ 230, 230 കൂടെ 40 കൂട്ടിയാൽ 270, 275 മൈനസ് 275 കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 120ഉം 80ഉം 200 ആണ്. 210, 210ഉം 70ഉം 280. അപ്പൊ ഇത് 280 ആണ്. അപ്പം നമുക്ക് ശരിക്കും ഇത് തമ്മിൽ ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 275 പ്ലസ് 280 എന്ന് പറയുമ്പോൾ 280 മൈനസ് 275 5 ആണ് കിട്ടുന്നത്.
ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ മീൻ കണ്ടുപിടിക്കാനുള്ള ഈ മെത്തേഡ് വെച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ അറിയോ? മീൻ ഈസ് ഈക്വൽ ടു അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ഡിവൈഡ് ബൈ എന്താ സിഗ്മ എഫ് ഐ ആണ് ആണല്ലോ. അപ്പൊ ഇവിടെ സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. സിഗ്മ എഫ് ഐ എന്ന് പറയുന്നത് 100 ആണ്. ഇനി അതേപോലെ തന്നെ സിഗ്മ എഫ് ഐ യു ഐ നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡി ഐ സിഗ്മ എഫ് ഐ ഡി ഐ നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? നമുക്ക് 5 ആക്കിയത്. അപ്പൊ നമുക്കിവിടെ 62.5 പ്ലസ് 5 ഡിവൈഡ് ബൈ 100. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 62 മൈനസ് 25 ഒരു സെക്കൻഡ്, ഇവിടത്തെ കാൽക്കുലേഷൻ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടോ? മൈനസ് 75 മൈനസ് 80 മൈനസ് 150 70 120 90 കറക്റ്റ് ആണല്ലോ. 100 200 200 210 280 150 230 ഓ കുഞ്ഞുങ്ങളെ, 15 × 5 ഇവിടെ 75 ആയിരുന്നല്ലോ. ഇവിടെ മൈനസ് 75 ആണ് വരുന്നത്. കാരണം ഇവിടത്തെ -15ഉം ഇവിടത്തെ 5ഉം കൂടെ അല്ലേ മൾട്ടിപ്ലൈ. ഞാൻ 3 എന്നാണ് എടുത്തത്. ഓക്കെ, ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് അത് ഒരു 45 അല്ല, ഒരു 30 കൂടെ കൂടും. 30 കൂടെ കൂടുമ്പോൾ ഇത് നമുക്ക് എത്ര വരും? ഇത് നമുക്ക് 305 വരും. അപ്പൊ 305 -305 280 പോയി കഴിഞ്ഞാൽ -25 ആയിരിക്കും വരുന്നത്. അപ്പൊ ഇത് -25 ആയിരിക്കും. അപ്പൊ അത് ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോളൂ. അത് ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എഴുതാം നമുക്ക്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു 62.5 പ്ലസ് -25 ഡിവൈഡ് ബൈ 100 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 62.5, ഇത് മൈനസ് നടുക്കോട്ട് വന്നു. 25 ബൈ 100 എന്ന് പറയുമ്പോഴത്തേക്കും 0.25 ആണ്. അപ്പൊ 62.5ൽ നിന്ന് -0.25 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 62.25 ആയിരിക്കും വരുന്നത്. കണ്ടോ? 3 മെത്തേഡ് വെച്ചിട്ട് മീൻ കണ്ടുപിടിച്ചപ്പോൾ കണ്ടോ, ഇവിടെയും നമുക്ക് 62.25, ഇവിടെയും നമുക്ക് 62.25, കേട്ടോ 62.25. ഈ മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് എന്താ 62.25 കണ്ടോ, ഇതായിരിക്കും. ഇത്രയുള്ള ഫസ്റ്റ് പാർട്ട് തീർന്നു. മീൻ തീർന്നു. ഇനി മീഡിയനും മോഡും. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് ഇത്രയും എടുക്കാൻ